തിങ്കളാഴ്ച ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ചെയ്ത വലിയ ഭാഗ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മാസത്തിൻ്റെ പ്രാരംഭം മുതൽ ഈ അവസാന മണിക്കൂർ വരെയും നമ്മെ ചേർത്ത് പിടിച്ച ഒരു ദൈവമുണ്ട്. എല്ലാവരും മാറിപ്പോയപ്പോഴും കർത്താവ് നമ്മെ ചേർത്ത് പിടിച്ചു. അനേക സ്നേഹബന്ധങ്ങൾ മാറിപ്പോയപ്പോൾ കർത്താവ് നമ്മെ ചേർത്ത് പിടിച്ചു. സ്തോത്രം. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗമിടയാക്കിയ വലിയ ഭാഗ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് യൂട്യൂബ് ചാനൽ വഴി ഈ മീറ്റിംഗ് കേൾക്കുകയും മീറ്റിംഗ് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ നിങ്ങൾ ഈ മീറ്റിംഗ് ഷെയർ ചെയ്യുക. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ആമേൻ. അല്പനിമിഷം ചിന്തയ്ക്കായി എന്നെ ഏൽപ്പിച്ചൊരു ദൂത് പറയും. ഇന്ന് പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ 6 അതിൻ്റെ 9 വാക്യത്തിലേക്ക് വരുന്നു. സങ്കീർത്തനങ്ങൾ 6 അതിൻ്റെ 9 വാക്യം. യഹോവേ, എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. അവിടെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, താൻ അഷ്ടമരാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. പല തലത്തിൽ ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കടന്നു വന്നിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ ഇത് 7 വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ കാണുന്നത്, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, അത്ര വേദനയോടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ വൈരികൾ തനിക്ക് കൂടുതലാണ്. ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടെ ദാവീദ് കടന്നു പോകുക. വെറുതെ ശത്രു ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക അല്ലേ? ചിലർ വെറുതെ അവർക്ക് സമയം പോകാൻ വേണ്ടി ഒരു ചില പ്രശ്നം ഉണ്ടാക്കുന്നത് പോലെ പ്രശ്നം ഉണ്ടാക്കുക. ഇത് കേൾക്കുമ്പോൾ ദാവീദിന് ഇരിക്കാൻ കഴിയാത്ത തലം. സ്തോത്രം. മുൻപിലോട്ട് എങ്ങനെ പോകും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദാവീദ്. എന്നാൽ 4 അധ്യായത്തിൽ 2 വാക്യം പറയുന്നു, പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. കണ്ടോ, ഒരു ദൂത് പോലെയാണ് തൻ്റെ നേരെ വരുന്ന ശത്രുക്കളോട് ദാവീദ് സംസാരിക്കുന്നത്. ഒരു ദൂത് പോലെ, ഒരു പ്രവാചകൻ പറയുന്നത് പോലെയാണ്. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദയാക്കി മായയെ ഇച്ഛിച്ചു വ്യാജത്തെ അന്വേഷിക്കും. കണ്ടോ, ഒരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ ദാവീദ് പലപ്പോഴും ചില ആലോചനകൾ കൈമാറുന്നത് പോലെ, ചില ദൂതുകൾ കൈമാറുന്നത് പോലെ ചില വാക്കുകൾ ദാവീദ് ശത്രുക്കൾ നേരെ പറയും. പക്ഷെ ഇവിടെ നോക്കൂ, യഹോവേ, എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. നല്ല ബോധ്യമുണ്ട് ദാവീദിന് എൻ്റെ അപേക്ഷ ദൈവം കേട്ടു എന്ന്. കാരണം നീതികേട് പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട് ദാവീദിൻ്റെ കൂടെ ചേർന്ന് നിൽക്കും. നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞ ശേഷം നിങ്ങൾക്കിട്ട് പണി തരുന്ന വ്യക്തികളുമുണ്ട്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന എല്ലാം ചേർന്ന് നിന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പണി തരാം എന്ന് ഉള്ള വ്യക്തികളും ഉണ്ട്. ഇന്ന് വെളിപ്പാട് പുസ്തകം
21 അധ്യായത്തിൻ്റെ 8 വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ അവിശ്വാസികൾ, അറുക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഫോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയുമത്രേ. അത് രണ്ടാമത്തെ മരണം. കണ്ടോ? അപ്പോൾ ദൈവത്തെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അതേ സഭയിലെ വ്യക്തികൾക്ക് ശത്രുക്കളാകുകയാണ്. എന്നെക്കാളും ഒരു ആരാധന, ഞാൻ ഇവിടെ എത്രയോ വർഷം കൊണ്ടുവന്നിരിക്കുന്നു, അവിടെ ഇരിക്കട്ടെ കീറാമുട്ടിയായിട്ട്. ആമേൻ. ഇന്നലെ വന്ന് നിനക്കെന്താ ഇത്ര ആത്മീകത? ദൈവവൈതലേ, ഇതൊന്നും നിത്യതയിൽ പോകുന്ന വാക്കുകളല്ല. നിത്യതയ്ക്ക് പോകാനുള്ള റൂട്ടിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളല്ല ഇത്. അതാ പറയുക. എന്നാൽ ഭീരുക്കൾ, കണ്ടോ, അവിശ്വാസികൾ, അറുക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നേവർക്കും ഫോഷ്കു പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും. കണ്ടോ? ഓഹരിയുണ്ട്, എല്ലാത്തിനും ഓഹരിയുണ്ട്. ക്ഷുദ്രം ചെയ്യുന്നവർക്കും ഓഹരിയുണ്ട്, അവിശ്വാസികൾക്കും ഓഹരിയുണ്ട്, കൊലപാതകന്മാർ, വാ കൊണ്ട് പറഞ്ഞ് കൊല്ലുന്ന, കൊല വിളിക്കുന്ന വ്യക്തികൾക്ക് ഓഹരിയുണ്ട്, ദുർനടപ്പുകാർക്ക് ഓഹരിയുണ്ട്, ക്ഷുദ്രം ചെയ്യുന്നവർക്ക്, ക്ഷുദ്രക്കാർക്കും ഓഹരിയുണ്ട്, ബിംബാരാധികൾക്ക് ഓഹരിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഫോഷ്കു പറയുന്നവർക്ക് ഓഹരിയുണ്ട്, എല്ലാവർക്കും ഓഹരിയുണ്ട്. എന്ത് ചെയ്യോ അതിൻ്റെ ഫലം ദൈവം തരും. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ് പറയുന്നു, 10 വാക്യം, എൻ്റെ ശത്രുക്കൾ എല്ലാ പേരും ലജ്ജിച്ച് ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. കണ്ടോ? ദാവീദ് പറയുക 6:10. പെട്ടെന്നാണ് ചില സംഭവങ്ങൾ സംഭവിക്കുന്നത്. ആമേൻ. ദൈവപൈതലേ, എന്ത് പ്രയാസം വന്നാലും തോറ്റു കൊടുക്കരുത്. ഇന്ന് അനേക അഭിഷേകം പ്രാപിച്ചവർ തോറ്റു കിടക്കുക. ആമേൻ. സ്തോത്രം. അനേക അഭിഷേകം പ്രാപിച്ചവർ തോറ്റു കിടക്കുക. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവസ്നേഹത്തിൽ ഒറ്റിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നോടാ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. 22:15 പറയുന്നത് ഇങ്ങനെയാണ്: നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ആമേൻ. കൂടെ ചേർന്ന് നിന്ന് വ്യക്തികളെ തകർക്കാൻ നിൽക്കുന്ന ഈ പ്രഭാതത്തിൽ ദൈവവൈതലേ, ഈ മെസ്സേജ് എത്ര പേര് കേൾക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പ്രാർത്ഥിച്ചോ ഇന്ന് രാവിലെ? കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു 5 മിനിറ്റ് കൊടുത്തോ? എന്തിനല്ലേ? എത്രയോ പാസ്റ്റർക്കറിയില്ല, ഒരുപാട് ഞാൻ പാട്ടുകൾ പാടി, ഒരു നന്മയും കിട്ടിയില്ല. ഒരുപാട് തവണ ഞാൻ ഉപവസിച്ചു, ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ. പിന്നെ എന്തിനാ ഞാൻ ഈ ഉപവസിക്കുന്നത്? പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എത്രയോ നാൾ ഞാൻ 10-15 വർഷം ഞാൻ പ്രാർത്ഥിച്ചു.
ഉപവാസങ്ങൾ എനിക്ക് എന്നെ അറിയില്ല, ഇഷ്ടംപോലെ ഉപവസിക്കുകയും ചെയ്തു. പക്ഷേ ഒന്നും പ്രാപിക്കാൻ അങ്ങോട്ട് പറ്റുന്നില്ല. ആമേൻ. എന്നാൽ ഈ 22-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. ഇന്ന് പകലിൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് ആരും പ്രാർത്ഥിക്കണ്ട. കർത്താവ് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. മുൻപേ അവൻ്റെ രാജ്യവും പറഞ്ഞേ നീതിയും അന്വേഷിപ്പി, അതോടെ എല്ലാം ദൈവം തരും, ഉറപ്പാറ്റും. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായും ശക്തമായും വിളിച്ചു പറയുന്ന ഒരു ദൂത്. ആമേൻ. എന്തെല്ലാം ജീവിതത്തിൽ കഷ്ടങ്ങളും ഭാരങ്ങളും വന്നാലും ദൈവകുഞ്ഞെ പിറകിലോട്ട് പോയാൽ നമുക്കൊരിക്കലും തിരിച്ചു കയറാൻ കഴിയില്ല. അടുത്ത ദാവീദ് പിന്നെയും പറഞ്ഞു 55-ാം സങ്കീർത്തനം അതിന് 23-ാമത്തെ വാക്യം, ദൈവമേ നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. ആമേൻ. രക്തപ്രിയവും വഞ്ചനയും ഉള്ളവർ ആയുസ്സിൻ്റെ പകുതിയോളം ജീവിക്കില്ല, ഞാനോ നിന്നിൽ ആശ്രയിക്കും. കണ്ടോ ദൈവപൈതലെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം ദൈവം അയക്കും. ചില വാഴ്ത്തത്വങ്ങൾ പുറത്തു വരുവാനുണ്ട്. പക്ഷെ അതെന്താ പുറത്തു വരാത്തതെന്നറിയാമോ? ദൈവീയ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ്. ഉറപ്പായിട്ടും ദൈവപ്രവർത്തിക്കായി നിങ്ങൾ നിൽക്കുമെങ്കിൽ വചനമുണ്ട്, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും. സ്തോത്രം. ഇപ്പം അങ്ങനെ ആ തലത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ മുമ്പിൽ ഒത്തിരി വ്യക്തികൾ ബാക്കിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. സ്തോത്രം. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്കായി ഈ ദിവസങ്ങളിൽ മുൻപിലോട്ട് വരുന്ന ഓരോ വ്യക്തിക്കും ദൈവത്തിൻ്റെ പ്രസൻസ് വെളിപ്പെടും. സങ്കീർത്തനം 52-2, റോമർ 3-13, ഇരമ്യാവ് 5-16, സങ്കീർത്തനം 12-2, സദൃശ്യവാക്യങ്ങൾ 2-16, 7-5, യെശയ്യാവ് 24-6, 2 ശമൂവേൽ 15-31, 17-14 മുതൽ 23 വരെ ഇത്യാദി വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് നിങ്ങളിൽ കൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യാനുണ്ട്. വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവിന് ചെയ്യുവാനുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളിലേക്ക് ദൈവം നമ്മൾ നയിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സർവശക്തൻ ആ ചിറകിൻ്റെ മറവിൽ നമ്മെ മറയ്ക്കേണ്ടതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. ഇവിടെ നമ്മൾ വായിച്ചത്, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. ഉറപ്പോടെ ആ വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. അത്ഭുതം ചെയ്യും യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.